പ്രിയമുള്ളവരെ, ലൂക്കോയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 22 തുടങ്ങി 30 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. ഇവിടെ ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ക്രിസ്തു പല കാര്യങ്ങളെക്കുറിച്ച് ഉപമകളിലൂടെ ഒക്കെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് കടന്നു പോവുകയാണ്. ആ പോക്കില് പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ അവർക്ക് അന്നുണ്ടായിരുന്ന രീതി അനുസരിച്ച് മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ട് നിർവഹിച്ചാൽ സ്വർഗത്തിൽ പോകാം, അല്ലെങ്കിൽ മോക്ഷം കിട്ടും എന്നുള്ളൊരു സങ്കല്പമായിരുന്നു. എന്നാൽ ക്രിസ്തു ആചാരാനുഷ്ഠാനങ്ങളെക്കാൾ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തവനാണ്. അപ്പൊ ആ മൂല്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈ മതവിശ്വാസികൾ രക്ഷിക്കപ്പെടുമോ എന്നൊരു ചിന്ത യഹൂദര് വലിയ ഈ പരമ്പരാഗത യഹൂദരൊക്കെ രക്ഷിക്കപ്പെടുമോ എന്നുള്ളൊരു പ്രശ്നം വരികയാണ്. അതിന്റെ പശ്ചാത്തലത്തില് ആണ് ഈ സംഭവം നടക്കുക. ഇത് നമ്മൾ വായിച്ചു കേൾക്കുമ്പോൾ 10 കന്യകമാരുടെ ഉപമയുമായിട്ട് അല്പസ്വല്പം സാമ്യങ്ങൾ ഈ ഉപമയ്ക്കുണ്ട്, ഇതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾക്കുണ്ട്. മാത്രമല്ല ഇവിടെ ലൂക്കാസ് വിശേഷകൻ ഈ ഒരു ആദ്യത്തെ വാക്കിൽ തന്നെ പറയുകയാണ്, പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് അവൻ ജെറൂസലേമിലേക്ക് യാത്ര ചെയ്യുകയായി. അപ്പൊ അവന്റെ പഠിപ്പിക്കലുകളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അത് ഇന്ന സ്ഥലമിൽ നിന്ന് പരിമിതി വെച്ചിട്ടില്ല. ഗ്രാമങ്ങളിൽ മാത്രമാണ്, പട്ടണങ്ങളിൽ മാത്രമാണെന്നല്ല, എല്ലാ സ്ഥലത്തും എന്നുള്ള അർത്ഥത്തിലാണ് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും എന്ന 2 വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ജെറൂസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ക്രിസ്തുവിന്റെ അവസാന യാത്രയായിട്ടും വേണമെങ്കിൽ അതിനെ കാണാവുന്നതാണ്. ഈ പശ്ചാത്തലത്തിലാണ് 23-ാമത്തെ വാക്യത്തിലെ ചോദ്യം വരിക. ഒരു മനുഷ്യൻ ഒരുവൻ വന്നെന്നാ പറഞ്ഞത്, അവന്റെ പേര് പറഞ്ഞിട്ടില്ല. നിങ്ങളോട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, പേര് പറയാത്തടത്തൊക്കെ നമ്മുടെ പേര് വെച്ച് വായിച്ചു നോക്കേണ്ടതാണ്. അപ്പം ഇവിടെ ഈ മനുഷ്യൻ വന്ന് ചോദിക്കുകയാണ്. ഈ ചോദ്യം ലൂക്കയുടെ സുവിശേഷത്തിലെ 77-ാമത്തെ ചോദ്യമാണ്. ചോദ്യം എന്താണ്? കർത്താവെ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണ്. ഈ കർത്താവെ എന്നുള്ള വിളി അവൻ ഒരർത്ഥത്തില് ഈ ക്രിസ്തുവിനെ അംഗീകരിച്ചിട്ടുണ്ട് എന്നതിന്റെ സൂചനയാണ്. അതുകൊണ്ടാണ് അവൻ കർത്താവെ എന്ന് വിളിക്കുക. ഒരു പരിധിവരെ അവൻ ക്രിസ്തുവിനെ അംഗീകരിച്ചിട്ടുണ്ട്, പക്ഷേ അവനെല്ലാം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല, എല്ലാം ബോധ്യപ്പെട്ടിട്ടില്ല. ആ പശ്ചാത്തലത്തിലാണ് ചോദ്യം. അപ്പൊ അതുകൊണ്ട് ഈശോയ്ക്ക് ഒരു പക്ഷേ ഈ ചോദ്യം ചോദിച്ചവന്റെ അവസ്ഥ തന്നെയാണ് തൻ്റെ കൂടെ നടക്കുന്ന പലർക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചോദ്യം ഒരുവനാണ് ചോദിച്ചതെങ്കിലും ഉത്തരം എല്ലാവരോടുമായിട്ട് പറയാം. ഇനി ഈ രക്ഷ പ്രാപിക്കുന്നവർ എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചത്. നമ്മളൊക്കെയും ആ വാക്കിനെ ഒരുപാട് ധ്യാനിക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിൽ നിന്ന് പല അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പല കാര്യങ്ങളും നേടിക്കിട്ടിയിട്ടുണ്ട്. ചില നേടിക്കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെയും നമ്മൾ ഈ ആവശ്യത്തിന് ഭക്തിയും വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്തു പോകുന്നവരാ. പോരാത്തിന് നമ്മൾ ശുശ്രൂഷകൾ കൂടി ചെയ്യുന്നവർ. അപ്പൊ എന്നിട്ടും ഈ നമ്മള് രക്ഷിക്കപ്പെടുമോ എന്നുള്ളൊരു ചോദ്യം, അത് ഞാൻ നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ച ഒരുവൻ വന്ന് ചോദിച്ചു, പേര് പറയാത്തവൻ ചോദിച്ചെങ്കിൽ അത് നമ്മൾ ക്രിസ്തുവിനോട് ചോദിക്കേണ്ട ചോദ്യം. ഈ രാത്രിയിൽ നമ്മൾ ക്രിസ്തുവിനോട് ചോദിക്കണം, ഈ രക്ഷ പ്രാപിക്കുന്ന ഒരു ചുരുക്കമാണ്. അതായത് ഞാൻ രക്ഷ പ്രാപിക്കോ എന്നുള്ളതാണ് അതിന്റെ അന്തരാർത്ഥം. അവിടെ ഈ രക്ഷ പ്രാപിക്കുന്ന ഒരു ചുരുക്കമാണോ എന്ന ചോദ്യത്തില് അത് അത്ര ചുരുക്കമല്ലാതെ കുറെ പേരുണ്ടാവും, അല്ലെങ്കിൽ ചുരുക്കമായിരിക്കും എന്ന് മറുപടി പറഞ്ഞാൽ മതി ക്രിസ്തു. പക്ഷെ ആ ചുരുക്കമാണോ എന്ന വാക്കിനല്ല ക്രിസ്തു പ്രാധാന്യം കൊടുത്തത്, രക്ഷിക്കപ്പെടുന്നവരാരാ എന്നുള്ള കാര്യത്തിനാണ്. ആ ചോദ്യകർത്താവിന്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് ഈശോ മറുപടി കൊടുക്കാൻ തയ്യാറാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാളാണ് ചോദിച്ചതെങ്കിലും മറുപടി കൊടുക്കുന്നത് ആ ഒരാൾക്കല്ല, എല്ലാവരോടുമായിട്ടാണ്. എന്നിട്ട് ഈശോ പറയുകയാണ്, അവൻ അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അവൻ അവനോട് പറഞ്ഞു, യേശു അവനോട് പറഞ്ഞു എന്നല്ല പറയണേ, യേശു അവരോട് പറഞ്ഞു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കൂ. എന്താണ് ഇടുങ്ങിയ വാതിൽ? എല്ലാവരും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഇടുങ്ങിയ വാതിലിലൂടെ കടന്നു പോകുന്നവരാണ് എന്ന്
പരിതപിക്കുന്നവരാണ്. കഷ്ടപ്പാടിന്റെയും ദുരിതങ്ങളുടെയും ക്ലേശങ്ങളുടെയും ഒക്കെ ഇടുക്കങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു. അപ്പൊ ഈ തീവ്രമായ അനുയായിയാണെങ്കിൽ മതത്തിന്റെ ചട്ടവട്ടങ്ങൾ നിയമങ്ങൾ പാലിച്ചിട്ട് കടന്നു പോകുന്നു. അവനും ഇടുങ്ങിയ വഴിയിലൂടെയാണ്. പക്ഷേ ഈശോ ഉദ്ദേശിക്കുന്ന ഇടുങ്ങിയ വാതിൽ എന്താ? ഈ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കാൻ അവർ അത് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒന്ന്, ഇടുങ്ങിയ വാതില് ആലങ്കാരികമായ പ്രയോഗത്തിലാണ്. അതിന്റെ ചരിത്രപരമായ പ്രാധാന്യം ഇതാണ്. യഹൂദരുടെ വിവാഹത്തിന് ഭക്ഷണത്തിന് ക്ഷണിക്കുമ്പോൾ ഉള്ളില് പ്രവേശിക്കാനായിട്ടുള്ള ഈ കവാടം, വാതില് അത് ചെറുതായിരിക്കും. ആ ചെറിയ വാതിലിലൂടെ ആണ് ഗസ്റ്റുകൾ വരേണ്ടത്. അത് അടച്ചിട്ടുണ്ടാവും. എന്നിട്ട് സൈഡില് ഒരു വലിയ വാതിലുണ്ടാവും. ആ വാതിലിലൂടെ ആയിരിക്കും ഈ മൃഗങ്ങളുടെയും മറ്റേ ഈ കുതിരപ്പുറത്തോ അല്ലെങ്കിൽ ഒട്ടകപ്പുറത്തോ ഒക്കെ ഈ ഭക്ഷണങ്ങൾ കൊണ്ടുവരികയും പാത്രങ്ങൾ കൊണ്ടുവരികയും ഇതൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് വേറൊരു വാതിലുണ്ട്. ഭക്ഷണം വിളമ്പാൻ കാലമാകുമ്പോൾ ഈ വലിയ വാതില് അടയ്ക്കുകയും ചെറിയ വാതില് തുറക്കുകയും ചെയ്യും. ഈ ചെറിയ വാതിലില് ഈ ഇവിടെ ഈ സദ്യ നടത്തുന്നയാള് ഈ ക്ഷണിച്ചവരുടെ അയാൾക്ക് ബോധ്യപ്പെട്ട ഒരാളെ ആ വാതിൽക്ക് നിർത്തും. എന്നിട്ട് ഈ ഗസ്റ്റുകൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവരെ ഈ ഐഡന്റിഫൈ ചെയ്തിട്ട് അകത്തേക്ക് കയറ്റുള്ളൂ. അപ്പൊ ഈ ഭക്ഷണം പാകാവാൻ ഇന്നത്തെ കാലം അല്ല, നമുക്കറിയാം. വിചാരിക്കുന്ന നേരത്തൊന്നും സമയത്തിന് ആകണമെന്നില്ല. അപ്പൊ ചിലപ്പോൾ അല്പ സ്വല്പമൊക്കെ വൈകിയെന്ന് വരും. അപ്പൊ ഈ ചെറിയ കവാടത്തിന്റെ മുമ്പില് ഒരുപാട് പേര് വന്ന് നിൽക്കുന്നുണ്ട്. ചിലര് നേരം വൈകുമെന്ന് ഓർത്തിട്ട് വൈകാൻ വന്നു വരും. ചിലര് ഒരുപാട് നേരത്തെ വരും. നേരത്തെ വരുന്നവർ വാതിൽ തുറന്നിട്ടില്ല എന്ന് കണ്ട് ചിലപ്പോൾ തിരിച്ചു പോയെന്ന് വരാം. ചിലര് വൈകി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ കവാടം അടച്ചു പോയെന്ന് വരാം. ഇങ്ങനെ പല പ്രശ്നങ്ങള് ഈ സദ്യയുമായിട്ട് ബന്ധപ്പെട്ട് ചരിത്രപരമായിട്ടുണ്ട്. അപ്പം ഇനി അകത്തേക്ക് പ്രവേശിച്ചാൽ തന്നെ ഓരോരുത്തരുടെ ഗ്രേഡ് അനുസരിച്ചാണ് സ്ഥാനങ്ങൾ കൊടുക്കുക. നമുക്കറിയാം, പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ സദ്യ കൊടുക്കുമ്പോൾ ഈ വിവാഹത്തിന് കുടിക്ക് വന്നവരെ ആദ്യം ഇരുത്തുക എന്നൊരു രീതിയുണ്ട്. അതായത് ചെറുക്കന്റെ വീട്ടിലാണ് സദ്യ എങ്കിൽ പെണ്ണിന്റെ ആൾക്കാരെ ആദ്യം, അത് അവർക്ക് കൊടുക്കുന്ന ഒരു മാന്യത എന്നതുപോലെ ഇപ്പം ആ മാന്യത ഒന്നും നമ്മൾ പാലിക്കാറില്ല. ഏതായാലും ആ യഹൂദജനം വന്ന ഗസ്റ്റുകളുടെ ഗ്രേഡ് അനുസരിച്ച് അവർക്ക് സ്ഥാനമാനങ്ങൾ, സീറ്റുകൾ പ്രത്യേകമായിട്ട് സംവിധാനം ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ വേണം ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാനായിട്ട് ക്രിസ്തു ആ ഒരു ഉപമ ആ ജനത്തിന് ശരിക്കും മനസ്സിലാവും. ഈ വലിയ വാതിലിലൂടെ പ്രവേശിച്ചാൽ അവൻ സദ്യക്ക് വന്നേക്കണവനല്ല, അവൻ അവിടുത്തെ പണിക്കാരനോ മറ്റുള്ളവനോ അവന് സദ്യ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ സദ്യ കിട്ടണോ ഇടുങ്ങിയ വാതിലിലൂടെ തന്നെ പ്രവേശിക്കും. അപ്പോൾ ആ ഒരു കാര്യം യഹൂദർക്ക് മനസ്സിലാകും എന്നതുകൊണ്ടാണ് ഈ ഉപമ ഈശോ കൃത്യമായിട്ട് പറയാം. ഒരുപക്ഷെ ഈ ഇടുങ്ങിയ വാതിലിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ജീവിതത്തില് നമ്മൾ കൊണ്ടാകുന്ന സ്വാഭാവികമായ കഷ്ടപ്പാടുകളോ നമ്മൾ സ്വയമേവ വരുത്തി തീർക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെയൊക്കെയോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇരിപ്പുകൊണ്ട് മറ്റാരെങ്കിലും ചൊറിയാൻ പോയി അവൻ വെച്ചു നീട്ടുന്ന പാനപാത്രങ്ങൾ, അതുമല്ലെങ്കിൽ നമ്മൾ തന്നെയും പണത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളുടെ തന്നെയുള്ള അമിതാധ്വാനം, ഇതിനപ്പുറത്തേക്ക് ക്രിസ്തു വിചാരിക്കുന്ന ഇടുങ്ങിയ വാതിൽ എന്ന് പറയുന്നത് ഈ മൂല്യങ്ങളുടെ വാതിലാണ്. മൂല്യങ്ങളാൽ, അപ്പൊ കർത്താവ് കൽപ്പിച്ച സ്നേഹത്തിന്റെ, ക്ഷമയുടെ, നീതിയുടെ, സത്യത്തിന്റെ ഒക്കെ മൂല്യങ്ങളാണ് പാലിക്കപ്പെടേണ്ടത്. അതില് ആ മൂല്യങ്ങൾ പാലിക്കുമ്പോൾ നമ്മുടെ ജീവിതം അത്ര ഈസി ആവില്ല. പലതിലും ഞെരുങ്ങേണ്ടി വരും,
പലതരം കഷ്ടപ്പാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. നമ്മുടെ സ്വാഭാവിക ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്ക് അപ്പുറത്തേക്ക് ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന കഷ്ടപ്പാടുകൾ, ആ കഷ്ടപ്പാടുകളെയാണ് നമുക്കൊരു പക്ഷേ വേണമെങ്കിൽ ഇടുങ്ങിയ വാതിൽ എന്ന് വിശേഷിപ്പിക്കാവും. ഇനി 24-ാമത്തെ വാക്യത്തില് പറയുകയാണ്, പരിശ്രമിക്കുവിൻ എന്ന് ഒരു വാക്കുണ്ട്. അത് പോരാടുവിൻ എന്നൊരു വാക്ക എന്ന അർത്ഥത്തിലാണ് സത്യത്തിൽ അത് എടുക്കേണ്ടത്. കാരണം അതിൻ്റെ നമ്മുടെ വചനത്തിന്റെ മൂലഗ്രന്ഥത്തില് അഗോനിറ്റ് സോമായി എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അഗോനിറ്റ് സോമായി എന്ന് വെച്ചാല് വളരെ ശക്തിയോടെ തീക്ഷ്ണതയോടെ ഉള്ള പോരാട്ടമാണ്. എന്തു വന്നാലും ഞാനിത് ചെയ്തിരിക്കും എന്ന ഉറപ്പാണ്. അപ്പം ഈ ഒരു പരിശ്രമമാണ് വേണ്ടത്. അതിന് ചില ഉദാഹരണങ്ങൾ, ഇപ്പൊ കായിക മത്സരത്തിൽ പങ്കെടുക്കുന്ന ആ മത്സരാർത്ഥിയുടെ പരിശ്രമം, അതിന് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 9-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യത്തില് അത്തരമൊരു ഈ അഗോനിറ്റ് സോമായി എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ആ പരിശ്രമം അത്ര ശക്തമാകണമെന്നർത്ഥം. രണ്ടാമതായിട്ട് യുദ്ധത്തിൽ പോരാടുന്നതിന് ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, അഗോനിറ്റ് സോമായി. യോഹന്നാന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം 36-ാമത്തെ വാക്യത്തിലും തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിലും തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിലും ഒക്കെ യുദ്ധത്തിലെ പോരാളിയുടെ പരിശ്രമമാണ് പറയുക. മൂന്നാമത്തേത് പ്രയാസങ്ങളുമായി, ജീവിതത്തിലെ പ്രയാസങ്ങളുമായിട്ട് മല്ലിടുന്ന പരിശ്രമമാണ്. കൊളോസ്സാസുകാർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യത്തില് അത് പറയുന്നുണ്ട്. നാലാമതായിട്ട് തീവ്രമായ അധ്വാനത്തിന് പറയുന്നുണ്ട്. കൊളോസ്സാസുകാർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. എന്നിട്ട് ഈ ഒരു വാക്ക് വളരെ സ്പെഷ്യലായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, ലൂക്കാസ് സുവിശേഷൻ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ലൂക്കാസ് സുവിശേഷത്തിന്റെ 22-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യത്തിലാണ്. അത് ഗത്സേമിൻ തോട്ടത്തിലെ കർത്താവിന്റെ വ്യഥയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പോരാടുക, പരിശ്രമിക്കുക എന്നൊക്കെയുള്ള വാക്ക് ഉപയോഗിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, ജീവൻ പണയം വെച്ചും അതിനുവേണ്ടി പരിശ്രമിക്കുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് അർത്ഥം. എന്നിട്ട് ക്രിസ്തു പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പേർ പ്രവേശിക്കാൻ പരിശ്രമിക്കും. അപ്പോൾ രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്ന ചോദ്യത്തിന് അനേകം പേർ പരിശ്രമിക്കും എന്നാണ് ക്രിസ്തു പറയുന്ന മറുപടി. അനേകം പേർ പരിശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തു നിന്ന് കർത്താവെ ഞങ്ങൾക്ക് തുറന്നു തരണമെന്ന്. അപ്പൊ ഇത് ഭൂമി അങ്ങനെ പോവാണ്. ഇനി അവർക്ക് സാധിക്കുകയില്ല എന്ന് പറയാനുള്ള കാരണം എന്താ? ഈ പരിശ്രമത്തിന്റെ പോരായ്മയാണ് സാധിക്കുകയില്ല എന്ന് പറയാനുള്ള കാരണം. അതിന് 6 കാരണങ്ങൾ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. 6 കാരണങ്ങൾ ഇതാണ്. ഒന്ന്, തെറ്റായ പരിശ്രമമാണ്, തെറ്റായ വഴി അന്വേഷിക്കലാണ്. അതാണ് ഇടുങ്ങിയ വഴിയിലൂടെ പ്രവേശിക്കാൻ പറഞ്ഞത്. ലൂക്കയുടെ സുവിശേഷം ഈ 13-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നമ്മളിവിടെ പറയുന്നത് ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാൻ പറയുമ്പോൾ വലിയ വാതിലുണ്ട്. അപ്പൊ വലിയ വാതിൽ സെലക്ട് ചെയ്താല് പരിശ്രമിച്ചാൽ പോലും അതിന് ഫലം ഉണ്ടാകില്ല എന്ന് സാരം. അപ്പൊ തെറ്റായ വഴി തെരഞ്ഞെടുത്തു കഴിഞ്ഞാല്, തെറ്റായ വാതിൽ തെരഞ്ഞെടുത്തു കഴിഞ്ഞാല് അധ്വാനിക്കുന്നതിന് ഫലം ഉണ്ടാകില്ല. പണ്ട് നമ്മുടെ ഒരു കായിക താരം 100 മീറ്റർ ഓട്ട മത്സരത്തിൽ വളരെ സ്പീഡിൽ ഓടി എല്ലാവരിലും മുമ്പേ എത്തി. പക്ഷേ സമ്മാനം കിട്ടിയില്ല. ഏറ്റവും ആദ്യം എത്തി, പക്ഷെ സമ്മാനത്തിന് യോഗ്യത കിട്ടിയില്ല. കാരണം എന്താന്ന് വെച്ചാല് ട്രാക്ക് മാറിപ്പോയി. ഏറ്റവും കുറഞ്ഞ സമയത്തിലും ഏറ്റവും സ്പീഡിലും എത്തി, പക്ഷെ ട്രാക്ക് മാറിപ്പോയതുകൊണ്ട് സമ്മാനം കിട്ടി. നമ്മുടെ പലപ്പോഴും ജീവിതത്തിന്റെ പരിശ്രമങ്ങളുടെ പ്രശ്നം ഇതാണ്.
നമ്മൾ ട്രാക്ക് മാറിയാണ് പരിശ്രമിക്കുക. തെറ്റായ പരിശ്രമങ്ങളാണ് നമ്മൾ നടത്തുക എന്നർത്ഥം. നമുക്കറിയാം, ഈ യേശുവിന്റെ പീഡാസഹന മരണ ഉത്ഥാനങ്ങൾക്ക് ശേഷം അപ്പസ്തോലന്മാർ മീൻ പിടിക്കാൻ പോകുന്നു. മീൻ പിടിക്കാൻ പോയിട്ട് അവർക്ക് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല. പരിശ്രമിക്കാഞ്ഞിട്ടല്ല, കിട്ടിയില്ല. കാരണം അത് തെറ്റായ അധ്വാനമായിരുന്നു. പക്ഷെ ക്രിസ്തു വന്ന് വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ വലയില് കണ്ടമാനം മീൻ കിട്ടുകയില്ല. അപ്പൊ നമ്മുടെ അധ്വാനങ്ങള്, നമ്മുടെ പരിശ്രമങ്ങള് തെറ്റായ വഴിയിലൂടെയാണോ, തെറ്റായ രീതിയിലാണോ, കർത്താവിന്റെ ഹിതത്തിനനുസരിച്ചാണോ എന്നൊക്കെ വിലയിരുത്തപ്പെടേണ്ടത്. രണ്ടാമത്തേത്, ആ പരിശ്രമത്തിന് ശക്തി പോരെന്നുള്ള. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങളിൽ അതിന് സൂചനയുണ്ട്. ഞാൻ നല്ല അധ്വാനം ചെയ്തു എന്നുള്ളത്. വെറുതെ അധ്വാനിച്ചോ ഇല്ല എന്നുള്ളതല്ല, നന്നായി ഞാൻ നല്ല ഓട്ടം ഓടിക്കും. അപ്പം ആ പരിശ്രമത്തിന്റെ ഗൗരവം, അതിന്റെ തീക്ഷ്ണത ഇല്ലെങ്കിൽ ചിലപ്പോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുറെ പേര് ശ്രമിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഈ തിക്കിലും തിരക്കിലും പെട്ട് നമ്മൾ പുറത്തേക്ക് പോകും, നമുക്ക് പ്രവേശിക്കാൻ പറ്റാണ്ട് വരും. മൂന്നാമത്തേത്, തെറ്റായ സമയത്ത് പരിശ്രമിക്കുന്നു എന്നുള്ളത്. അതാണ് വാതിൽ അടച്ചു കഴിയുമ്പോൾ 25-ാമത്തെ വാക്യത്തിൽ പറയാം, വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തു നിന്ന് കർത്താവേ കർത്താവേ. ഈ 10 കന്യകമാരുടെ ഉപമയിലും അത് തന്നെയാണല്ലോ സംഭവിക്കുക. ബുദ്ധിശൂന്യരായ കന്യകമാര് എണ്ണ സമാഹരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വാതിൽ അടച്ചു കഴിഞ്ഞു, പിന്നെ അകത്തേക്ക് പ്രവേശിച്ചില്ല. കാരണം സമയം വൈകിപ്പോയി. നമ്മുടെ പരിശ്രമങ്ങള് ശരിയായ സമയത്ത് തന്നെ പരിശ്രമിച്ചാലാണ് അതിന് ഫലം ഉണ്ടാകുകയുള്ളൂ എന്ന് സാരം. വാതിൽ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദൈവം നമ്മളെ ഫലമേൽപ്പിക്കുന്ന ഒരു ദൗത്യം അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുമ്പോഴാണ് ആ പരിശ്രമത്തിന് അർത്ഥമുണ്ടാകുക. അല്ലാത്ത സമയത്ത് അതിന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് അർത്ഥം ഉണ്ടാകില്ല എന്ന് സാരം. മാത്രമല്ല, രക്ഷയിലേക്ക് എത്താൻ പറ്റില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ. അപ്പൊ തെറ്റായ സമയത്ത് പരിശ്രമിക്കുന്നത് നമുക്കത് ഫലമില്ലാതെ പോകുമെന്നല്ല. വാതിൽ അടച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പരിശ്രമിച്ചിട്ട് കാര്യമില്ല. മുമ്പേ ശ്രമിച്ചിട്ടും കാര്യമില്ല, കഴിഞ്ഞിട്ട് പരിശ്രമിച്ചിട്ടും കാര്യമില്ല എന്ന് സാരം. ഇനി നാലാമതായിട്ട്, തെറ്റായ സ്ഥാനത്ത് പരിശ്രമിക്കലാണ്. അതായത് ഇവര് തുറന്ന വാതിലിന്റെ അടുത്ത് നിന്നിട്ടല്ല അവര് പരിശ്രമിക്കുന്നത്, മറിച്ച് വാതിലിന്റെ പുറത്ത് നിന്നിട്ടാണ്. അപ്പൊ നമ്മള് ഈ വെളിപാടിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തില് ഈ സ്ഥാനം പ്രധാനപ്പെട്ടതായിട്ട് അവതരിപ്പിക്കുന്നു. ഇവിടെയും അതുപോലെ തന്നെ സ്ഥാനം പ്രധാനപ്പെട്ട. അപ്പൊ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്, അത് സ്ഥാനത്ത് നിന്നിട്ടല്ലെങ്കിൽ അത് പരിശ്രമത്തിന് കാര്യമില്ലാണ്ട്. അപ്പൊ സ്ഥാനം ശരിയായി. എപ്പോഴും ഈ സ്ഥാനമാണ് ഒരു കാര്യത്തിന്റെ നന്മ തിന്മകളെ തീരുമാനിക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കണ ഒരു കാര്യമാണ്, നെല്ല് കൃഷി ചെയ്തിടത്ത് ചീര മുളച്ചു കഴിഞ്ഞാൽ ആ ചീര പറിച്ചു കളയും. കാരണം ആ നിൽക്കുന്ന സ്ഥാനം തെറ്റാം. ചീര കൃഷി ചെയ്തെടുത്താണ് ചീര നിൽക്കേണ്ടത്. ചീര തെറ്റായതുകൊണ്ടല്ല, ചീര അതിൽ തന്നെ തെറ്റായതുകൊണ്ടല്ല, തെറ്റായ സ്ഥലത്ത് നിന്നിട്ട് വളരുന്നതുകൊണ്ടാണ് ചീരയെ പറിച്ചു കളയുക. അതുപോലെ തന്നെ ചീര കൃഷി ചെയ്തെടുത്ത് നെല്ല് മുളച്ചാൽ നെല്ലിനെയും പറിച്ചു കളയും. അപ്പൊ തെറ്റായ സ്ഥാനത്ത്, അസ്ഥാനത്തെ നന്മ തിന്മയായിട്ട് മാറും. ആഴത്തില് നമ്മൾ ബോധ്യപ്പെടേണ്ട ഒരു കാര്യം, അസ്ഥാനത്തെ നന്മ തിന്മയായിട്ട് മാറും. അപ്പം നമ്മുടെ പരിശ്രമം അസ്ഥാനത്താണെങ്കിൽ, അസമയത്താണെങ്കിൽ, പരിശ്രമത്തിന് ശക്തിയില്ലെങ്കിൽ, തെറ്റായ വഴിയിലൂടെയാണെങ്കിൽ ഒക്കെ നമുക്ക് ഈ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാൻ സാധിക്കും. ഇനി അഞ്ചാമതായിട്ട്, തെറ്റായ വാദഗതിയിലൂടെ പരിശ്രമിക്കുക എന്നുള്ളതാണ്. പലതിനെയും ന്യായീകരിച്ച്, പലതിനെയും നീതീകരിച്ച് ഒക്കെ ഉള്ള പരിശ്രമങ്ങൾ. അത് ഇങ്ങനെ ചെയ്താൽ മതി, അതങ്ങനെ ചെയ്താൽ മതി. ഇപ്പൊ അവരോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല, കാരണം അത്രയും ക്രൂരനാണ് അയാള്. അപ്പൊ അയാളുടെ ക്രൂരത കൊണ്ടാണ് ഞാൻ ക്ഷമിക്കാത്തത്. അപ്പൊ ഞാൻ ന്യായീകരണം കണ്ടെത്തുകയാണ്. അപ്പൊ ഇങ്ങനെ ന്യായീകരണത്തിന്റെ തെറ്റായ വാദഗതികൾ ഉന്നയിച്ചിട്ട്, ന്യായീകരണത്തിന്റെ വഴികൾ ഉന്നയിച്ചിട്ട് അത് ഈ പരിശ്രമത്തെ ലക്ഷ്യം കാണാണ്ട് വരും. മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം
21-ാമത്തെ വാക്യത്തിലും ഈ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചനത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ അത് കാണുന്നുണ്ട്. നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് കാര്യമില്ല. അവര് ഈ യേശു അങ്ങോട്ട് ചെന്നതല്ലാണ്ട് ഇവര് ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നർത്ഥം. ഇനി 6-ാമത്തേത് അധരം കൊണ്ട് മാത്രമേ ഉള്ളൂ, ഹൃദയം കൊണ്ടില്ല എന്നുള്ള മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു. നമ്മുടെ ശ്രമങ്ങളൊക്കെയും നമ്മുടെ അധ്വാനങ്ങളൊക്കെയും ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ അധ്വാനങ്ങൾ, നമ്മുടെ പരിശ്രമങ്ങൾ, അല്ലെങ്കിൽ ക്രിസ്തുവിന് ഇടുങ്ങിയ വാതിലിലൂടെയുള്ള പ്രവേശനത്തിലുള്ള നമ്മുടെ പരിശ്രമം വെറുതെ വാചക കസർത്താകരുത്, മറിച്ച് അത് ആത്മാർത്ഥത കൊണ്ട് ആയിരിക്കണം എന്നർത്ഥം. അപ്പൊ ഈ 6 കാര്യങ്ങൾ, തെറ്റായ വഴിയിലൂടെയുള്ള പരിശ്രമം, പരിശ്രമത്തിന്റെ തീക്ഷ്ണത കുറവ് അല്ലെങ്കിൽ അധ്വാനക്കുറവ്, തെറ്റായ സമയത്തുള്ള പരിശ്രമം, തെറ്റായ സ്ഥലത്ത് അല്ലെങ്കിൽ സ്ഥാനത്തുള്ള പരിശ്രമം, ന്യായീകരണത്തിന്റെ പരിശ്രമം, ആത്മാർത്ഥതയില്ലാത്ത പരിശ്രമം. ഈ വക പരിശ്രമങ്ങളൊക്കെയും ചെയ്താല് ഇതിന്റെ അകത്ത് പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് കട്ടായം പറയുകയാണ്. 25-ാമത്തെ വാക്യത്തില് വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തു നിന്ന് കർത്താവെ കർത്താവെ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങും. അപ്പോൾ അവൻ നിങ്ങളോട് പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അതൊരു ഉപമയാണ്, ഒരു ചെറിയ ഉപമയാണ്. ഒരു പക്ഷേ ലൂക്കാസ് സുവിശേഷനിലെ 27-ാമത്തെ ക്രമാനുഗതമായിട്ട് നോക്കുമ്പോൾ 27-ാമത്തെ ഉപമയാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഈ ഉപമയും ഇത് സത്യത്തില് ഒരു ഉപമയാണ്, ഒപ്പം തന്നെ അതൊരു പ്രവചനവും കൂടിയാണ്. എങ്ങനെയാണ് ഇത് ഉപമയാകുന്നത്? ഇത് ഉപമയാകുന്നത് അവരുടെ ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്ന് സാധാരണ സംഭവിക്കാറുള്ള ഒരു കാര്യമായിട്ട് എടുത്ത് അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് അത് ഉപമയാണ്. ഇനി എന്തുകൊണ്ടാണ് ഇതൊരു പ്രവചനമാണെന്ന് പറയാം? ഇതിന്റെ അവസാന ഭാഗത്ത് പറയാണ്, അപ്പോൾ അവൻ നിങ്ങളോട് പറയും, അത് വരാനിരിക്കുന്ന കാര്യം, അന്ത്യവിധിയുടെ സമയത്ത് നിത്യവിരുന്നിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവേശിക്കുമ്പോൾ വരാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ അവൻ നിങ്ങളോട് പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയും, നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും. നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ക്രിസ്തുവിന്റെ പേരിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്ന എല്ലാ വിരുന്നുകളും, അത് കല്യാണ വിരുന്നായിക്കോട്ടെ, മാമോദീസയുടെ ആയിക്കോട്ടെ, ഈ ആദ്യകുർബാന സ്വീകരണത്തിന്റെ ആയിക്കോട്ടെ, എന്തിനേറെ ആഴമായി ചിന്തിക്കുമ്പോൾ വിശുദ്ധ ബലി ഉൾപ്പെടെ യേശുവിന്റെ സാന്നിധ്യത്തിലുള്ള ഭക്ഷണം. അപ്പോൾ നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളിലേക്കല്ല ക്രിസ്തുവിന്റെ വചനം വന്നത്, ഞങ്ങളുടെ തെരുവുകളിലാണ് നിന്റെ വചനം വന്നത്. പല വചന പ്രഘോഷകരിലൂടെ യേശുവിന്റെ വചനം നമ്മിലേക്ക് വരുന്നില്ല, നമ്മുടെ തെരുവുകളിലേക്ക് വരുന്നുണ്ട്. എന്ന് വെച്ചാല് നമ്മൾ ഒരു ചെവിയിലൂടെ കേൾക്കുന്നു, മറ്റേ ചെവിയിലൂടെ വിട്ടുകളയും. നമ്മുടെ ജീവിതത്തെ അത് സ്വാധീനിക്കുന്നു. ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അവൻ പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. ഇത് വരാനിരിക്കുന്ന അന്ത്യവിധിയുടെ സൂചന കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഉപമയുമാണ്, ഒപ്പം ഇതൊരു പ്രവചനവും കൂടിയാണ്. 32-ാമത്തെ പ്രവചനമായിട്ട് ഇതിനെ കാണാവുന്നതാണ്. ഇനി വീട്ടുടമസ്ഥൻ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. പൊതുവെ ഉടമസ്ഥൻ എന്ന കാര്യം ബൈബിളിലുടനീളം കാണുന്നുണ്ട്. ഏതാണ്ട് 8 ഗ്രീക്ക് പദങ്ങള് ഈ ഉടമസ്ഥൻ എന്ന വാക്കിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ പ്രത്യേകമായിട്ട് വീട്ടുടമസ്ഥൻ എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചുള്ളത്. അത് ഒയ്ക്കഡോസ് പോട്ടസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചത്. ഒയ്ക്കഡോസ് പോട്ടസ് എന്ന് വെച്ച് വാക്ക് 12 തവണ ക്രിസ്തുവിനെ സൂചിപ്പിക്കാനും ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ സൂചിപ്പിക്കാനും ഒക്കെ ആയിട്ട് ക്രിസ്തുവിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെയും ഏതാണ്ട് അതേ അർത്ഥത്തിൽ തന്നെയാണ് വീട്ടുടമസ്ഥൻ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ തന്നെയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർത്താവിന്റെ അന്ത്യവിധി നടപ്പിലാക്കുമ്പോൾ
അവിടെ വെച്ചാണ് വീട്ടുടമസ്ഥൻ വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് പ്രവേശനമില്ല എന്നുള്ള സൂചന വരിക. ഇനി പിന്നീട് തുറന്നു വായിക്കുമ്പോൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല, അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകും. അനീതി എന്ന ഒരു വാക്കുകൂടി ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ് ദൈവത്തിന്റെ മുമ്പിലുള്ള നീതി. ദൈവത്തിന്റെ മുമ്പിൽ ആകുന്നത് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുമ്പോഴാണ്. ഭക്തനാണോ, ഈ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഉച്ചത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, നോമ്പ് ഉപവാസമൊക്കെ എടുത്തിട്ടുണ്ടോ, ഇതൊന്നുമല്ല കർത്താവിന്റെ വിധിയുടെ മാനദണ്ഡമായിട്ട് മാറുക. ഇതൊക്കെ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് നല്ലതാണ്. പക്ഷെ വിധിയുടെ മാനദണ്ഡമായിട്ട് വരുമ്പോൾ നീതി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന്, ദൈവത്തോട് നീതി കാണിച്ചു എന്നുള്ള. ദൈവത്തോട് നീതി കാണിക്കണം എങ്ങനെയാ? ദൈവത്തിന്റെ കൽപ്പന പാലിച്ചിട്ട്, ദൈവത്തിന്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ അനുവർത്തിച്ചിട്ട്. അങ്ങനെയുള്ളവരോടാണ് പറയണത്, അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. അബ്രാഹവും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കുന്നതായും നിങ്ങൾ വിലപിക്കുകയും പല്ലിറുമുകയും ചെയ്യും. ഈ വിലാപവും കരച്ചിലും വിലാപം അല്ലെങ്കിൽ കരച്ചില്, ഈ കരച്ചിലും പല്ലുകടിയും ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് 118 പ്രാവശ്യം പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് 7 പ്രാവശ്യം നരകത്തിലെ പീഡനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കരച്ചിലും പല്ലുകടിയും. അപ്പൊ നരകത്തിന്റെ ശരിയായ ഒരു അനുഭവം ഇവിടെ ഈശോ കൊണ്ടുവരിക. സത്യത്തിൽ ഇത് അവസാന വിധിയുടെ നരകത്തിന്റെ ഒരു പിക്ചർ കൂടിയാണ്. നരകത്തിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ്? ഈ വിലാപവും പല്ലുകടിയും ഉണ്ടാകും. അത് ശിക്ഷയായിട്ട് നമ്മൾ തന്നെ സ്വയം ഏറ്റെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അനീതി പ്രവർത്തിച്ചതുകൊണ്ട്, ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചതുകൊണ്ട് ഈ നമ്മൾ പുറത്താക്കപ്പെട്ടു എന്നുള്ളത്. ഇനി 30-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, അപ്പോൾ മുൻപന്മാരാകുന്ന പിമ്പന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും ഉണ്ടാകും. ഇത് മത്തായിയുടെ സുവിശേഷത്തിലെ 11-ാമത്തെ അധ്യായം 27 തുടങ്ങിയ 30 വരെയുള്ള വാക്യങ്ങളിലും 20-ാമത്തെ അധ്യായം 1 തുടങ്ങി 18 വരെയുള്ള വാക്യങ്ങളിലും കാണുന്ന സ്വയം താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, സ്വയം ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും എന്ന വാക്യത്തോട് ബന്ധപ്പെട്ടും ഇതിന് വായിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും ഉണ്ടാവും. ഇത് 2 അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കും. ഒന്ന്, യേശുവിന്റെ ജീവിതകാലത്തെ ആ സംഭവത്തിനും ആയിട്ട് ഇതിന് ബന്ധമുണ്ട്. കാരണം ക്രിസ്തു യഹൂദരെ രക്ഷിക്കാനാണ് വന്നത്. പക്ഷേ യഹൂദര് വലിയ മുമ്പന്മാരായി, മതാചാര അനുഷ്ഠാനങ്ങളിൽ മതജീവിതത്തിൽ വലിയ മുമ്പന്മാരായിരുന്നു. പക്ഷേ ക്രിസ്തുവിന്റെ രാജ്യത്ത് അവര് പിമ്പന്മാരായിട്ട്. പക്ഷേ ക്രിസ്തുവിന്റെ കാലത്ത് ഈ യഹൂദര് ക്രിസ്തുവിനെ സ്വീകരിക്കുകയോ ക്രിസ്തുവിന്റെ വചനങ്ങൾ പാലിക്കുകയോ ചെയ്തില്ല മഹാഭൂരിഭാഗം പേരും. എന്നാൽ യഹൂദരല്ലാത്ത മനുഷ്യര്, അല്ലെങ്കിൽ ക്രിസ്തു അത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത പിമ്പന്മാരായിട്ട് കടന്ന അന്നത്തെ മതജീവിതത്തിൽ പിമ്പന്മാരായിരുന്ന പലരും ക്രിസ്തുവിന്റെ വചനം സ്വീകരിച്ച് മുമ്പന്മാരായി തീർന്നു. അതപ്പം തന്നെ സംഭവിച്ച കാര്യം. ഒപ്പം തന്നെ ഇത് പ്രവചനം കൂടിയാണ്. അതെങ്ങനെ പ്രവചനമാകുന്നത്? അവസാന വിധി നാളില് ഇപ്പോ മതജീവിതത്തില് അല്ലെങ്കിൽ ഈ ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ മുമ്പന്മാരായിട്ട് നിൽക്കുന്ന പലരും അവിടെ വിധി സമയത്ത് പിമ്പന്മാരാകാൻ സാധ്യതയുണ്ട്. ഇന്നൊരു പക്ഷെ വലിയ പള്ളിപ്പോക്കോ ഭക്തിയോ പ്രാർത്ഥനയോ ഒന്നും ഇല്ല എന്ന് നമ്മൾ കുറ്റപ്പെടുത്തുന്ന പലരും അവരുടെ നീതിപൂർവമായ ജീവിതത്തിലൂടെ അവരൊരു പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ നീതീകരിക്കപ്പെട്ടവരാകും. അപ്പം മുമ്പന്മാരാകുന്ന പിമ്പന്മാരുണ്ടാകും, പിമ്പന്മാരാകുന്ന മുമ്പന്മാര് ഉണ്ടാകും എന്ന് പറയുന്നത് അത് അന്നത്തെ കാലത്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് അവസാന വിധി സമയത്ത് അത് വീണ്ടും ആവർത്തിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവെ, തിരുസന്നിധിയിൽ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാനായിട്ടുള്ള അങ്ങയുടെ ആഹ്വാനം മനസ്സിലാക്കി അങ്ങയുടെ കൽപ്പനകളുടെയും മൂല്യങ്ങളുടെയും ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിനോട് ഈ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, രോഗങ്ങള്, പ്രകൃതി ദുരന്തങ്ങള്, മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന ദുരന്തങ്ങൾ, ഇതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് അങ്ങ് വിലമതിക്കുന്ന മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ സഹനങ്ങൾ, അതാണ് ഇടുങ്ങിയ വാതിലെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. ആ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ നല്ല ദൈവമേ, ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ അങ്ങയുടെ
അങ്ങേ അങ്ങയോട് കൂടുതൽ ഭക്തിയും ശുശ്രൂഷയും ഉദാശകളും ഒക്കെ സ്വീകരിച്ച് ഞങ്ങൾ മുന്നിലാണ്, പക്ഷെ ഒരു പരിധിവരെ മുന്നിലാണ് എന്ന് ഞങ്ങൾ പലപ്പോഴും അഹങ്കരിക്കാറ്. പക്ഷേ നിന്റെ നീതിവിധിയുടെ സമയത്ത് ഞങ്ങൾ പിൻവന്മാരാകുമോ എന്ന ഭയം കൂടി ഈ വചനം ഞങ്ങളിൽ ജനിപ്പിക്കുന്നു. ഞങ്ങളുടെ ഉള്ളില് വേണ്ടത്ര തിരുത്തലുകൾ സ്വയം വരുത്താനായിട്ടുള്ള കൃപയും സന്മനസ്സും സാഹചര്യവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവാചകത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.